നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി കൂടുതൽ പഴുത്ത് പോയി. നമുക്ക് ഇത്രയും പഴുത്ത പഴം വേണ്ട കേട്ടോ, കുറച്ചൊരു കുറവായിട്ട് പഴുത്ത പഴം മതി. ഇപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നേരെ നാലായിട്ട് മുറിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. ഇപ്പം എല്ലാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന പഴം ഓരോന്നായിട്ടിട്ട് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടിട്ട് നമുക്കിനി ഇതിനെ തിരിച്ചിടാം. ഇത് ശരിക്കും പഴുത്ത പഴമായ കൊണ്ടാണ് ഇങ്ങനെ എടുക്കാനൊരു പ്രയാസം. ഇത്രയും പഴുപ്പ് വേണ്ട പഴത്തിന്. ഇതിൻ്റെ മറുവശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഇനി എടുക്കാം. ഇതിപ്പോൾ എല്ലാ കഷ്ണവും നമ്മൾ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 കപ്പോളം തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തതാണ്. ഇതിനെ നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമയം പോവോളം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാനതിനെ വറുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറണ്ട, ചുമ്മാ അതിൽ ആ വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മതി. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന ഈ പഴക്കഷ്ണങ്ങളെല്ലാം ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും കൂടി നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ ആ പഴം പൊരിച്ച് പാനിലേക്ക് തന്നെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് പൊരിച്ചെടുത്തേക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നമുക്ക് ഇങ്ങനെ എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം. ഇപ്പം ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ തേങ്ങയുടെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കയൊക്കെ പൊടിച്ചിടാം. അപ്പോൾ അതിൻ്റെ ഒരു സ്വാദും കൂടി അതിന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.